ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ലക്ഷ്മി കൃഷ്ണ ഡിയർ വാച്ചിങ് നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ എന്നത്തെയും പോലെ നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരും, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, അതോടൊപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് ഒരല്പസമയം മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റായി കിട്ടും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊരു 5 മീഡിയം സൈസ് സവോള എടുത്ത് ഇതുപോലെ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കളർ മാറാൻ തുടങ്ങുമ്പോൾ പിന്നെ കൈയിളക്കാണ്ട് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോവാണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരല്പം ശ്രദ്ധിച്ച് കൈയെടുക്കാണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി ഉള്ളി നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കിരികിരാന്ന് ആക്കിയിട്ട് കേട്ടോ, നന്നായിട്ട് മൂത്തിട്ട് നല്ല കരുവരുപോടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുഴുവൻ ഉള്ളിൻ്റെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കിരികിരാന്ന് ഇരിക്കുകയാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കൈകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ നാടൻ വിഭവമായതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു അല്പം കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കളർ മാറാൻ തുടങ്ങണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ അളവിന് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ പൊടികളെല്ലാം തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ട് പാനിൻ്റെ ചൂടിൽ തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി നന്നായിട്ട് പഴുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതിനായിട്ട് ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി അത് നമുക്ക് ഇതിലേക്കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർക്കാൻ പാടില്ല. ചിക്കനിൽ നിന്ന് ഊർന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നോക്കി കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ സവോളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഈ സവോളയും ഈ ചിക്കൻ പീസസും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതുവരെയും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ പിടിച്ച് അരപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന പാകത്തിൽ റെഡിയായി വരണം. അതിനായിട്ട് ഇനി നമ്മൾ പാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് അവസാനം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടിയും 1 ടീസ്പൂൺ വന്നിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് അരപ്പിൽ പൊതിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം മാത്രമേ ഇതിങ്ങനെ നന്നായിട്ട് റെഡിയായി വരുള്ളൂ. ഇനി അവസാനം നമുക്കിതിലൊരല്പം ഫ്രഷ് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നോക്കി നല്ല ചൂട് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പിന്നെ പൊറോട്ടയ്ക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഈസി ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.